ധർമ്മദീപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വീണ്ടും വരുന്നവനായ കർത്താവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹവന്ദനം. കാർബൺ ഡേറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. കാർബൺ ഡേറ്റിംഗ് നടക്കണമെങ്കിൽ നമുക്ക് പ്രായം കണ്ടുപിടിക്കേണ്ട ജൈവ അവശിഷ്ടം മരിച്ച സമയത്ത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന C14 C12 അനുപാതം എത്രയായിരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പോൾ ഉള്ളതുമായി താരതമ്യം ചെയ്ത് പ്രായം കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്നും അതിനായി ആ സമയത്ത് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന മരങ്ങളുടെ വാർഷിക വലയങ്ങളിൽ നിന്നും C14 C12 അനുപാതം കണ്ടെത്താൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. മരങ്ങൾ ഒരു വർഷം കട്ടിയുള്ള ഒരു വളയവും കട്ടിയില്ലാത്ത മറ്റൊരു വളയവും ഉണ്ടാക്കുന്നു എന്നുള്ള ഊഹത്തിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും, പക്ഷേ കൂടുതൽ പ്രായമുണ്ടെന്ന് കാണിക്കുന്ന കൂടുതൽ വളയങ്ങളുള്ള മരങ്ങൾ വളരാനുള്ള സാഹചര്യം വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ ജീവിച്ചവയാണെന്നുള്ള വസ്തുതയും നമ്മൾ പരിശോധിച്ചു. ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. ഇത് വളരുന്ന പൈൻ മരങ്ങൾ, അതിൽ നിന്നാണ് നമ്മൾ ഈ കൂടുതൽ വളയങ്ങളുള്ള മരങ്ങൾ ശേഖരിച്ചത്. അതിനകത്ത് അത് വളരുന്ന സാഹചര്യങ്ങൾ ഡോളോമൈറ്റ് പാറകളെന്ന് പറയുന്ന വളരെ 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 പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ വളർന്നവയാണെന്ന് പരിശോധിച്ചു. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ വാൾട്ടർ ലാമർട്സ് എന്ന് പറഞ്ഞൊരു ഗവേഷകൻ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വർഷം കൂടുതൽ വളയങ്ങൾ പൈൻ മരങ്ങളിൽ സൃഷ്ടിക്കപ്പെടാമെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. ഒരു വർഷം ഒരു വളയം എന്നല്ലേ, അല്ലെങ്കിൽ രണ്ട് വളയം എന്നല്ലേ, ഒരു കട്ടിയുള്ള വളയം കട്ടിയില്ലാത്ത വളയം. പക്ഷേ കൂടുതൽ വളയങ്ങൾ പൈൻ മരങ്ങളിൽ സൃഷ്ടിക്കപ്പെടാം. അത് അദ്ദേഹം കൃത്രിമമായി ചില സാഹചര്യങ്ങൾ ഡ്രോട്ടൊക്കെ അതിനകത്ത് സൃഷ്ടിച്ചു. കുറച്ച് അത് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ലോക്കലായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ C12 അല്ലെങ്കിൽ C14 ഐസോട്ടോപ്പുകളുടെ എണ്ണത്തിൽ ആ സ്ഥലത്ത് വ്യത്യാസം വരുത്തുന്നത് കണക്കിലെടുക്കണമെങ്കിൽ ആ സമയത്ത് ആ സ്ഥലത്ത് ജീവിച്ച അത്രയും പ്രായമുള്ള മരങ്ങളുടെ വളയങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ലഭിക്കൂ എന്നുള്ള വസ്തുതയും നമ്മൾ പരിശോധിച്ചു. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സംശയങ്ങളാണ് ഇതിനകത്തൊന്നും. ഇത് ഈ വാൾട്ടർ ലാമർട്സൊക്കെ ഉള്ള ഗവേഷകരൊക്കെയാണ്, അവരാണ് സംശയങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മളത് ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. C14 അല്ലെങ്കിൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിരീശ്വരവാദികൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോൾ കാർബൺ ഡേറ്റിങ്ങിനായോ പ്രശ്നം? കാർബൺ ഡേറ്റിങ്ങിന് എന്താണ് കുഴപ്പം? ജീവിച്ചിരിക്കുന്ന ജീവിയുടെ കാർബൺ 12 കാർബൺ 14 തമ്മിലുള്ള അനുപാതം അറിയാവുന്നത് വെച്ച് 5000 വർഷം കൊണ്ട് കാർബൺ 14 ഹാഫ് ലൈഫ് ആകുന്നത് മനസ്സിലാക്കിയതിനനുസരിച്ചാണ് ജീവികൾ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. ഇദ്ദേഹത്തിന് ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും കിട്ടിയില്ല എന്നുള്ളത് ഈ ഒരൊറ്റ കമൻറ്റിൽ നമുക്ക് മനസ്സിലാവും. നമ്മളെന്താണ് ഉദ്ദേശിച്ചത്? ഇനിഷ്യൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇനിഷ്യൽ എമൗണ്ട് അറിയാതെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴുള്ള C14 C12 അനുപാതം അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. പല പ്രാവശ്യം പറഞ്ഞാണ് ഡേറ്റിങ്ങിനെ കുറിച്ച്. ഒരാൾ ഓടുന്നത് എത്ര സമയം കൊണ്ട് ഒരു 100 മീറ്റർ ഓടുമെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ പിള്ളേർ 100 മീറ്റർ ഓടുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. നമ്മുടെ മൊബൈലിൽ നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിരിക്കുകയാണ്. മൊബൈലിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റോപ്പ് വാച്ച് 0 ആക്കും. സ്റ്റോപ്പ് വാച്ച് 0 ആക്കിയിട്ട് ഓടാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ കൊച്ചു ചെറുക്കൻ ഓടാൻ തുടങ്ങുമ്പോൾ അത് ക്ലിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ 100 മീറ്റർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കത് എത്ര സമയം കൊണ്ട് അത് ക്രോസ് ചെയ്തു നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ഉദാഹരണത്തിന് 10 സെക്കൻഡ് എന്ന് വിചാരിക്കാം. അതേസമയം ഈ സ്റ്റോപ്പ് വാച്ച് പല പ്രാവശ്യം ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തൊരു നേരത്തെ കിടന്നൊരു റെക്കോർഡ് അതിനകത്ത് കിടപ്പുണ്ട്. 7 സെക്കൻഡായിട്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് 0 ആക്കുന്നതിന് മുമ്പ് ഓടാൻ നിൽക്കുന്നു. ആ തോടി തുടങ്ങുമ്പോൾ നമ്മളിതിനകത്ത് വീണ്ടും ഞെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓട്ടം തീരുമ്പോൾ നിർത്തുന്നു. അപ്പോൾ ആ സ്റ്റോപ്പ് വാച്ചിൽ എത്രയായിരിക്കും കാണിക്കുന്നത്? 17 സെക്കൻഡായിരിക്കും കാണിക്കുന്നത്. കാരണം ആ സ്റ്റോപ്പ് വാച്ചിൽ ആദ്യം തന്നെ 7 സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യൽ എമൗണ്ട് നമുക്ക് എത്രയാണെന്ന് അറിയാതെ നമുക്ക് ഈ ഡേറ്റിംഗ് ടെക്നിക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് വില്ലാഡ് ലബ്ബി അതിനെക്കുറിച്ച് ഊഹിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് പിന്നീട് ഇപ്പോൾ പറയാം. അപ്പോൾ അത് എന്താണ് ഇനിഷ്യൽ എമൗണ്ട് എന്ന് അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഈ നിരീശ്വരവാദി നമ്മളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ അപ്പോൾ അതിന് ഞാൻ ആവർത്തിച്ച് ഒരു 2 ആഴ്ചത്തോളം ഇത്തരം ചാറ്റിൽ മറുപടികളൊക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മണ്ടനാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അത് വേറൊരാളുണ്ട്, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇനി മുതൽ പ്രവർത്തിക്കുന്നതല്ല. ഡേറ്റിംഗായി ബന്ധമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ലാബുകൾ ഇനി മുതൽ പ്രവർത്തിക്കുന്നതല്ല.
അതുപോലെ +2 ഡേറ്റിങ്ങിനെ പറ്റിയുള്ള ചാപ്റ്റർ പഠിപ്പിക്കുന്നതല്ല. അദ്ദേഹം ഡേറ്റിംഗ് രീതികളെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്തരം കമൻറ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അപ്പം നമ്മളതിനെയൊക്കെ ഇഗ്നോർ ചെയ്യാനും ഒക്കെ പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരോട് കാര്യങ്ങൾ ചോദിക്കുക. ഇതിപ്പോൾ ഇവരുടെ ഈ ഒരു എസൻസ് ഗ്ലോബൽ അവരുടെ ഇപ്പോഴത്തെ വലിയ പരിപാടിയൊക്കെ നടത്താം. ചോദ്യോത്തരം എന്ന് പറഞ്ഞാൽ ഇവർ വന്ന് കസേരയൊക്കെ ഇട്ടിരിക്കും. 2-3 പേര് വന്ന് കസേരയൊക്കെ ഇട്ട് കാലൊക്കെ കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഇരുന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അവർക്ക് ഉത്തരവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ചോദ്യം ചോദിക്കുന്നതിന് അതിനകത്ത് ഒരാൾ താടിമീശയൊക്കെയുള്ള ഒരാൾ ഇതുപോലെ ഒരു ക്ലബ് ഹൗസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അതിനകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലബ് ഹൗസിൽ ഒരു സമയത്ത് വന്നു, ആക്സിഡൻ്റലി കയറി വന്നു അദ്ദേഹം. അപ്പം നമ്മൾ ഇതുപോലത്തെ C14 കാർബൺ ഡേറ്റിങ്ങിൻ്റെ കാര്യം എന്തോ ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്ന് പറയുകയാണ്. അപ്പോൾ C14 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആരോ പറഞ്ഞപ്പോൾ അതിനകത്തുള്ള കുഴപ്പങ്ങൾ നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പം അതിനെക്കുറിച്ച് തിരുത്താൻ വേണ്ടി കയറി വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാഫ് ലൈഫിനെ കുറിച്ച് തെറ്റ് പറഞ്ഞു. ഹാഫ് ലൈഫ് എത്രയാണെന്നുള്ളത് അത് പിന്നെ പോട്ടെ, 5730 എന്ന് പറയുന്നത് അത് ഓർക്കണമെന്നില്ല. രണ്ടാമത് പറഞ്ഞതാണ് രസകരം. C14 C12 മാറുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. C14 C12 മാറും. അത് എങ്ങനെയാണ് C14 ഉണ്ടാകുന്നത് നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുക അതെല്ലാം മനസ്സിലാവും. C14 എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത്, C14 എന്തായിട്ടാണ് ഡീകേ ചെയ്തു പോകുന്നത്, അതൊക്കെ അറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം C14 C12 ഇദ്ദേഹത്തെ പോലുള്ളവരാണ് ഇവരുടെ ഗുരുക്കൾ. ഇവരാണ് വലിയ സമ്മേളനമൊക്കെ നടത്തി മോളിൽ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പടച്ചു വിടുന്ന നിരീശ്വരവാദി കുഞ്ഞുങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊരു നിലവാരം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അത് വേറൊരു കാര്യം. എങ്കിലും നമ്മളുടെ വിശ്വാസികളെ ഇത്തരം കാര്യങ്ങൾ ബോധവൽക്കരണം ചെയ്തേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ സംശയമുണ്ടാകും, ബൈബിളിൽ സംശയമുണ്ടാകും. ഇത്തരം കാര്യങ്ങൾ അവരുടെ വിശ്വാസത്തെ ചിലപ്പോൾ മുറിപ്പെടുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ സമയവും സാഹചര്യവും അത്തരം ഒക്കെ മെനക്കെടുത്തി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിലിങ്ങനെയൊക്കെയുള്ള ഊഹങ്ങൾ ഉപയോഗിക്കുന്നില്ലേ, അതിനിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാർബൺ ഡേറ്റിംഗ് ഒക്കെ സ്കൂളിൽ പഠിപ്പിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെയൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ആരും അഡ്രസ്സ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇപ്പം ഞങ്ങൾ C14 ഞങ്ങളുടെ സമയത്ത് പഠിച്ചപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് ഡെൻഡ്രോക്രോണോളജി പോലും പഠിപ്പിച്ചിട്ടുണ്ടില്ല. വളയങ്ങളുണ്ടാവുമെന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊന്നും C14 C12 അനുപാതം കണ്ടുപിടിക്കുന്ന കാര്യമൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രത്തിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അതായത് ഉദാഹരണത്തിന് കാർബൺ ഡേറ്റിംഗ് തന്നെ എടുക്കുക. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച വില്ലാഡ് ലിബി ആദ്യം ഊഹിച്ചത് അങ്ങനെയാണ്. C14 C12 അനുപാതം അന്തരീക്ഷത്തിലേക്കാളും ഒരുപോലെ ആയിരുന്നു എന്നാണ് അദ്ദേഹം ഊഹിച്ചത്. ആ ഊഹത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു മെത്തേഡ് രൂപപ്പെടുത്തിയത്. പക്ഷെ പിന്നീട് ആളുകൾക്ക് അത് മനസ്സിലായി, ആ ഊഹം തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് അതിനൊരു പ്രതിവിധിയായിട്ട് ഡെൻഡ്രോക്രോണോളജിയിലേക്ക് മാറേണ്ടി വന്നത്. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും സയൻറ്റിഫിക് മെത്തേഡിന് വിരുദ്ധമാണെന്ന് ചിന്തിക്കരുത്. നിരീശ്വരവാദികൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു സയൻസിൻ്റെ എന്തെങ്കിലും ഒരു മെത്തേഡ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു മതവിശ്വാസം പോലെ ഏറ്റെടുക്കണം. ഇപ്പോൾ ബൈബിളിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ബൈബിള് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് അത് മതമാണ്, അത് നമ്മളത് വിശ്വാസമാണ്, അതങ്ങനെ പറയും. പക്ഷേ സയൻസിൻ്റെ കാര്യങ്ങൾ നമ്മളങ്ങനെ ഏറ്റെടുക്കണമെന്നില്ല. സയൻസ് മനുഷ്യൻ ഓരോ സമയത്ത് ഓരോരുത്തർ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട് നമുക്ക് പറയാനുള്ളത്, ഇതൊരു മണ്ടൻ ഐഡിയ ആയിട്ടല്ല ഞങ്ങളിതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇതിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊരു മണ്ടൻ ഐഡിയയേ അല്ല, ഇതൊരു വളരെ ബ്രില്യൻ്റായ ഒരു ആശയം തന്നെയാണ്. പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന് ശാസ്ത്രീയ പരിഹാരം കാണാനുള്ള ശ്രമം പക്ഷേ പോരായ്മകളുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർ ബുദ്ധിമാന്മാരും മറ്റവർ മണ്ടന്മാരുമാണ്, ഇത് കൊണ്ടുവന്ന വില്ലാഡ് ലിബി മണ്ടനുമാണ്. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. അവർ തന്നെയാണ് ബുദ്ധിമാന്മാർ. പക്ഷേ നമ്മൾ വന്നു കഴിയുമ്പം അവരുടെ ഇത്തരം ചോദ്യങ്ങൾ ചുറ്റുമുള്ള സയൻറ്റിഫിക് സമൂഹം ചോദിക്കും. അങ്ങനെ തന്നെയാണ് സയൻസ് വളർന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഗവേഷണശാലകളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ഗവേഷണശാലകളിലും കോടിക്കണക്കിന് പൈസ കൊടുത്ത് ഫണ്ടിങ് വെച്ചിട്ട് പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ
പല ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പം നമുക്കിപ്പം അടുത്തതായിട്ട് വരാൻ പോകുന്നതാണ് ബാറ്ററി വെച്ച് ഉപയോഗിക്കാൻ പോകുന്ന കാറുകൾ, ഇലക്ട്രിക് കാറുകൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ബാറ്ററി വേണം. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ബാറ്ററിയുടെ സ്റ്റോറേജ്, മറ്റു കാര്യങ്ങളെല്ലാം, ഈ വേസ്റ്റ് അതെല്ലാം റീസൈക്കിൾ ചെയ്യുന്നതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതിനെ പിന്നെ അതുപോലെ ഫ്യൂവൽ സെൽസ്, ഈ ബാറ്ററി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഹൈഡ്രജൻ കൊണ്ടോടുന്ന അതിന് ഫ്യൂവൽ സെൽസ് വരും. അപ്പോൾ ഫ്യൂവൽ സെൽസ് വരുമ്പോൾ ചിലപ്പോൾ ചില ഫ്യൂവൽ സെൽ നമുക്ക് ചില സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്യുന്നുള്ളതാണെങ്കിൽ അതിന് റിയാക്ഷൻ പുറത്തിറങ്ങുമ്പോൾ അതിന് റിയാക്ഷൻ കൂടുകയാണെങ്കിൽ നമ്മളത് പുറത്ത് അതിനെ വീണ്ടും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം പുറത്തിറങ്ങും. അങ്ങനെയാണ് ഗവേഷണം മുന്നോട്ട് പോകുന്നത്. അത് സോളാർ സെല്ലാണ്, ഏതിനകത്താണെങ്കിലും അങ്ങനെയാണ് ഗവേഷണം മുന്നോട്ട് പോകുന്നത്. ആ ഗവേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം. നിരീശ്വരവാദികൾ അതുകൊണ്ടാണ് ഇപ്പം ലോകത്തിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ഒക്കെ ഇതെടുത്തു കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ അതിനകത്തൊന്നുമില്ല, അതിനകത്തില്ല. കാരണം ഇങ്ങനെയാണ് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അവരെ ഇതുപോലുള്ള മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള യാതൊരുവിധ ടെൻഡൻസി, ഒരു മെത്തേഡും അല്ലെങ്കിൽ അതിനോട് ഒരു സ്നേഹമോ ഒന്നും അവർക്ക് യാതൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് കാർബൺ ഡേറ്റിംഗ് സൃഷ്ടിവാദികളുടെ സുഹൃത്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാർബൺ ഡേറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെങ്കിലും സൃഷ്ടിവാദികൾക്ക് എന്തുകൊണ്ട് കാർബൺ ഡേറ്റിംഗ് ഗുണപ്പെടുമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മറ്റു ഡേറ്റിംഗ് മെത്തേഡുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കാർബൺ ഡേറ്റിംഗ് വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഒരിക്കൽ ജീവനുണ്ടായിരുന്ന മരം, മൃഗം എന്നിവയുടെ പ്രായം കണക്കാക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് നമുക്കറിയാം. വളരെ കുറഞ്ഞ ഹാഫ് ലൈഫ് ആയതിനാൽ കൂടിയാൽ 100,000 വർഷത്തിനകം എല്ലാ C14 കണികകളും ലാബുകളിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം കുറഞ്ഞു പോകും. 100,000 വർഷം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2,50,000 വർഷം, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ലാബിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 50,000 വർഷത്തിൽ കൂടുതലൊന്നും അവർ പറയത്തില്ല. കോടിക്കണക്കിന് വർഷം പഴക്കം അവകാശപ്പെടുന്ന കൽക്കരി, ഡയമണ്ട് എന്നിവയിൽ അങ്ങനെയാണെങ്കിൽ C14 ഒരിക്കലും കാണാൻ പാടില്ല. കാരണം ആ സമയത്ത് അത് കുറഞ്ഞു പോയി. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ആകെ നമുക്ക് 50,000 വർഷം അല്ലെങ്കിൽ 1,00,000 വർഷമേ നമുക്ക് ഈ C14 അതിനകത്ത് കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അതില്ലാതെ പോകും. അങ്ങനെയാണെങ്കിലും ഈ 2003 കുറച്ച് ഗവേഷകർ അമേരിക്കയിലെ വാഷിങ്ടൺ DC ഒത്തുചേർന്നിട്ട് ജിയോളജിക്കൽ സമയക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പാറകളുടെ പ്രായത്തെക്കുറിച്ച് പൊതുവിൽ ചില ധാരണകൾ ഉണ്ടെങ്കിലും അത് പരിതാപകരമായ രീതിയിൽ പൂർണ്ണമല്ല, അല്ലെങ്കിൽ ഹോപ്പ്ലെസ്ലി ഇൻകംപ്ലീറ്റ് എന്നാണ് അവരുടെ അതിനകത്ത് ക്ലാർക്ക് 2003 അതിനകത്ത് അവർ എഴുതിയിരുന്നത് എന്നാണ് അവർ എത്തിച്ചേർന്ന ഒരു നിഗമനം. അപ്പോൾ ഇത് നടക്കുന്നത് 2003 ഇത് നടക്കുന്നതിന് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് സാന്റിയാഗോ എന്ന സ്ഥലത്ത് വെച്ച് വേറൊരു കൂട്ടം ഗവേഷകർ ഒത്തുകൂടിയിരുന്നു. അവരുടെ ഉദ്ദേശവും ഒന്നു തന്നെയായിരുന്നു. ഇവർ പരിണാമം മുൻപോട്ട് വെക്കുന്ന അതിലധിഷ്ഠിതമായ സമയക്രമം തെറ്റാണെന്ന് സംശയിക്കുന്നവരായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ ഡേറ്റിങ് ഒരിക്കലും ഒരു ഫോസിൽ കിട്ടിയാൽ അതെടുത്ത് ലാബിലോട്ട് പോകുമെന്നല്ല ഇവർ ചെയ്യുന്നത്. ഇവർ പരിണാമത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ജിയോളജിക്കൽ കോളം എന്ന കൺസ്ട്രക്റ്റിനെ ഉദ്ദേശിച്ചാണ്, അതിനെ ആശ്രയിച്ചാണ് ഇവർ ഈ ഡേറ്റിംഗ് ഒക്കെ നടത്തുന്നതെന്നൊക്കെ. സെഡിമെൻ്ററി ലേയേഴ്സ് നമുക്ക് ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവർ പരിണാമത്തെയാണ് ഈ ഡേറ്റിംഗ് എല്ലാം ആശ്രയിക്കുന്നത്. പരിണാമത്തിന് തെറ്റായി വരുന്ന ഡേറ്റിംഗ് എല്ലാം അവർ തള്ളിക്കളയും. പരിണാമമാണ് അവരുടെ ഡേറ്റിംഗ് ടെക്നിക്കുകളുടെ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഊഹങ്ങളും പരിണാമത്തിൽ ആശ്രയത്തോടൊക്കെ പലവിധമായ ബലഹീനതകൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഗവേഷകരുടെ ഈ കൂട്ടായ്മയ്ക്ക് റേറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം റേഡിയോ ഐസോട്ടോപ്സ് ആൻഡ് ദി ഏജ് ഓഫ് ദി എർത്ത്. റേറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ ജിയോളജിസ്റ്റുകളായ സ്റ്റീവൻ ഓസ്റ്റിൻ, ആൻഡ്രൂ സ്നെല്ലിംഗ്, ജിയോഫിസിസ്റ്റ് ആയിരുന്ന ജോൺ ബോംഗാർഡനർ, ഫിസിസ്റ്റുകളായ യൂജിൻ ചോഫിൻ, ഡോൺ ഡി യങ്, റസൽ ഹംഫ്രീസ്, മെറ്റീരിയോളജിസ്റ്റായ ലോറി വാഡിമൻ, ഹിബ്രു പണ്ഡിതനായ സ്റ്റീവൻ ബോയ്ഡ് എന്നിവരായിരുന്നു റേറ്റ് ടീമിൽ ഉണ്ടായിരുന്ന 7 പേർ. ഈ റേറ്റ് ടീം കൽക്കരിയിൽ നടത്തിയ കാർബൺ 14 ടെസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ജിയോളജിക്കൽ സമയക്രമത്തിൽ കൽക്കരി പെൻസിൽവാനിയൻ കാലഘട്ടത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ഏകദേശം 300 മില്യൺ വർഷങ്ങൾ പഴക്കമാണ്. ഇത്രയും പഴക്കമുള്ളതിനാൽ ഇതിൽ C14 കാണപ്പെടാനുള്ള സാധ്യത ഇല്ല. അത്രയും പഴക്കം 1,00,000 വർഷം അല്ലെങ്കിൽ 2,00,000 വർഷത്തിനകം C14 ഇല്ലാതെ പോകും. അപ്പോൾ 300 മില്യൺ വർഷങ്ങളാണ്. അപ്പോൾ ആ C14 അതിനകത്ത് കാണപ്പെടരുത്. റേറ്റ് ടീം പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലുള്ള എനർജി കോൾ സാമ്പിൾ ബാങ്കിൽ നിന്നും 10 കോൾ സാമ്പിൾസ് ശേഖരിച്ചു. ഇതെല്ലാം വിവിധ കൽക്കരി പാടങ്ങളിൽ നിന്ന് ശേഖരിച്ച് ആർഗൺ ഗ്യാസിൽ വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷിച്ചിരുന്നവയാണ്. AMS
ആക്സിലറേറ്റർ മാസ് സ്പെക്ട്രോമെട്രി എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് C14 ടെസ്റ്റ് നടത്തിയത്. ലോകത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട C14 ലാബിലാണ് ഇത് ചെയ്തത്. ഓരോ സാമ്പിളിനും 4 AMS ടെസ്റ്റ് വീതം നടത്തി അതിൽ നിന്ന് ശരാശരി കണ്ടുപിടിച്ചു. കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു ടെസ്റ്റുകൾ നടത്തിയത്. ഇന്ന് പ്രകൃതിയിൽ കാണപ്പെടുന്ന C14 എത്രയാണോ, ഇന്നത്ര ഉണ്ടോ C14, അതിൻ്റെ 0.25% കൽക്കരിയിലും കാണപ്പെടുന്നതായി കണ്ടെത്തി. അതായത് മുൻപ് പറഞ്ഞതുപോലെ C14ൻ്റെ ഹാഫ് ലൈഫ് വളരെ കുറവ്, അതായത് 5730 വർഷങ്ങൾ മാത്രമായതുകൊണ്ട് പരമാവധി 2.5 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 43.6 ഹാഫ് ലൈഫുകൾ കഴിഞ്ഞാൽ സാമ്പിൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പോലും C14 ഒന്നും ഉണ്ടാവരുത്. പക്ഷേ 300 മില്യൺ അല്ലെങ്കിൽ 30 കോടി വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കൽക്കരിയിൽ ഇപ്പോഴും C14 കാണാൻ സാധിക്കുന്നു. ഇത് കൽക്കരിയിൽ മാത്രമാണോ സംഭവിക്കുന്നത്? കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലൈൻ രൂപത്തിലുള്ള ഒന്നാണ് ഡയമണ്ട്. ഭൂമിക്കടിയിൽ 150 കിലോമീറ്ററോളം താഴ്ചയിൽ വളരെ കൂടിയ താപനിലയും സമ്മർദ്ദവുമുള്ള അപ്പർ മാൻറ്റിലിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. മുകളിലേക്ക് വന്ന മാഗ്മയിൽ നിന്നും എപ്പോഴോ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നതാണ് ഇതെന്ന് അനുമാനിക്കപ്പെടുന്നു. ഭൂമിക്കടിയിൽ വളരെ സമ്മർദ്ദത്തിലായിരുന്ന മാഗ്മ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം വേഗത്തിൽ മുകളിലേക്ക് വന്നു എന്നതിന് ചില സൂചനകളുണ്ട്. ഇങ്ങനെ മാഗ്മ തണുത്തു കഴിഞ്ഞപ്പോൾ കിംബർലൈറ്റ്, ലെംപ്രോയൈറ്റ് എന്നിങ്ങനെയുള്ള ശിലകളായി മാറി. ഇതിൻ്റെ ഫലമായി ഡയമണ്ട് പൈപ്പ് എന്ന് വിളിക്കാവുന്ന വിധത്തിൽ നീളമുള്ള പൊള്ളയായ ഒരു സ്തൂപം രൂപപ്പെട്ടു. ഒരു ക്യാരറ്റിൻ്റെ ആകൃതിയിൽ ഭൂമിയുടെ അടിയിൽ 100 കണക്കിന് അടി വിസ്താരത്തിൽ മുകളിലേക്ക് തുറന്ന് ഇത് രൂപപ്പെടുന്നു. ഇതുണ്ടാകുന്ന സമയത്ത് ഈ പൈപ്പ് ഒരു എലവേറ്റർ പോലെ പ്രവർത്തിക്കുകയും ഡയമണ്ടുകൾ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇത്തരം പൈപ്പുകളിലൂടെ ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, റഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഡയമണ്ടുകൾ ഖനനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഡയമണ്ടുകൾ C14 ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കൗതുകം റൈറ്റ് ടീമിന് ഉണ്ടായി. ഡയമണ്ടുകൾ കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. പ്രകൃതിയിൽ സ്വാഭാവികമായി രൂപപ്പെടുന്ന ഏറ്റവും ദൃഢമായ ഒന്നാണ് ഡയമണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കെമിക്കൽ മാറ്റങ്ങൾ വരാനും മലിനപ്പെടാനും ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. സാധാരണ ലോഹങ്ങളെ അപേക്ഷിച്ച് ഇത് ഉരുക്കാനുള്ള താപനില വളരെ കൂടുതലാണ്. 4000 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ അത് ഉരുകണമെന്നുണ്ടെങ്കിൽ 4000 ഡിഗ്രി സെൽഷ്യസ് വേണം. അങ്ങനെയാണെങ്കിൽ ഡയമണ്ടിലുള്ള കാർബൺ ചുറ്റുപാടിൽ നിന്നും കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പേ സംരക്ഷിക്കപ്പെട്ടതാണ്. ടെസ്റ്റിനു വേണ്ടി റൈറ്റ് ടീം 12 ഡയമണ്ട് സാമ്പിളുകൾ ശേഖരിച്ചു. 50 മില്ലിഗ്രാം ഭാരമുള്ളവയായിരുന്നു അത്. ഈ ഡയമണ്ടുകളെല്ലാം ഓരോന്നും 50 മില്ലിഗ്രാം ഭാരമുള്ളവയായിരുന്നു. AMS അനാലിസിസ് ചെയ്യാൻ ഈ ഡയമണ്ടുകൾ ചെറിയ ചിപ്പുകളാക്കി മാറ്റേണ്ടതുണ്ട്. പിന്നീട് ഇതിനെ വളരെ ശ്രദ്ധാപൂർവ്വം വൃത്തിയാക്കി ചൂടാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. കൽക്കരിയിൽ കണ്ടതുപോലെ ഡയമണ്ടിലും അളക്കാൻ പറ്റുന്ന വിധത്തിൽ C14 കണ്ടെത്തി. ഇപ്പോഴുള്ള C14 വെച്ച് താരതമ്യം ചെയ്താൽ 0.09% C14 ഡയമണ്ടിലും കാണപ്പെടുന്നു. അതായത് കൽക്കരിയിൽ കാണപ്പെട്ടതിൻ്റെ 1/3. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കം ആരംഭിക്കപ്പെടുന്ന വസ്തുക്കളിൽ C14 കാണപ്പെടുന്നുവെങ്കിൽ ആ നിരീക്ഷണത്തിൻ്റെ വളരെ സ്ട്രെയിറ്റായ വ്യാഖ്യാനം ആ വസ്തുക്കൾക്ക് ഈ പറയുന്ന പ്രായമൊന്നുമില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ കൃത്യമായ പ്രായം കണക്കാക്കാം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ പ്രായത്തിന് ഒരു ലിമിറ്റ് വെക്കാൻ എന്തായാലും സാധിക്കും. നമുക്കതിൻ്റെ കൃത്യമായ പ്രായം കണക്കാക്കാം എന്ന് പറയാൻ സാധിക്കില്ല കാർബൺ ഡേറ്റിങ്ങിൻ്റെ. കാരണം അതിൻ്റെ നമ്മളുടെ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഇനിഷ്യൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്? അതിപ്പോൾ ഏത് ഡെൻഡ്രോക്രോണോളജി ആണെങ്കിലും അതിനെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് വെക്കാൻ സാധിക്കും. അതായത് അതിനകത്ത് കാർബൺ ടെസ്റ്റ് ചെയ്യാം, കാർബൺ ഡേറ്റ് ചെയ്തിട്ട് നമുക്കതിനകത്ത് C14 അളവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ പ്രായം എന്തായാലും കോടിക്കണക്കിന് വർഷങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് 5000 ആണോ 6000 ആണോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ലിമിറ്റ് വെക്കാൻ സാധിക്കും. അതാണ് നമ്മളുടെ സൃഷ്ടിവാദികൾക്ക് ഇതൊരു സുഹൃത്തായി മാറുന്നതിന് പറയുന്നതിന് കാരണം. ഇനി വേറൊരു രസകരമായ കാര്യത്തിലേക്ക് പോകാം. ഈ വീഡിയോ സീരീസിൻ്റെ തുടക്കത്തിൽ കോടിക്കണക്കിന് വർഷങ്ങളെന്ന പൊതുബോധം ഉണ്ടാകുന്നതിൽ ദിനോസർ ഫോസിലുകളും കാർട്ടൂണുകളും വഹിച്ച പങ്കിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ദിനോസറുകൾ ജീവിച്ചിരുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പാണെന്നുള്ള പൊതുബോധം ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധം കഴിഞ്ഞ 200 വർഷത്തിൽ വളരെ ശക്തമായി സമൂഹത്തിൽ ഉറച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 200 വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ചില അപ്പോളജറ്റിക്സ് നിൽക്കുന്ന പല ആൾക്കും തെറ്റിദ്ധാരണയുണ്ട്. ഈ യങ്ങർത്ത് ക്രിയേഷനിസ്റ്റമാണ് കഴിഞ്ഞ 200 വർഷത്തിൽ വന്നതെന്നും ഒരു തെറ്റിദ്ധാരണ നമ്മൾ അങ്ങനെയല്ല. ഒരു 600 വർഷം മുമ്പ് അല്ലെങ്കിൽ 500 വർഷം മുമ്പ് നമ്മുടെ ജിയോളജിയുടെ പിതാക്കന്മാർ തന്നെ എഴുതി വച്ചിരിക്കുന്ന അവരുടെ ചിന്തകൾ തന്നെ ബിബ്ലിക്കൽ ക്രോണോളജി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരായി വരുന്ന തെളിവുകൾ അല്ലെങ്കിൽ പൊതുബോധത്തിനെതിരായിട്ട് വരുന്ന തെളിവുകളെല്ലാം നിരീക്ഷണങ്ങളെല്ലാം പരിണാമം മുത്തശ്ശിക്കഥയുമായിട്ട് വെച്ച് ഇവർ തള്ളിക്കളയാറുണ്ട്. അതായത് ഇതിൻ്റെ ഡേറ്റിംഗ് എല്ലാം ഇവർക്കെതിരായി വരുന്ന ഡേറ്റിങ്ങുകളെല്ലാം ഇവർ
തള്ളിക്കളയും. പക്ഷേ അങ്ങനെ എല്ലാ ഗവേഷകരും അങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഗവേഷകരും ഉണ്ട്. സിംഗപ്പൂരിൽ 2012 നടന്നൊരു സമ്മേളനത്തിൽ 2012 വെസ്റ്റേൺ പസഫിക് ജിയോ ഫിസിക്സ് മീറ്റിംഗ് ഇൻ സിംഗപ്പൂർ ഓഗസ്റ്റ് 13-17 അതിൽ കുറച്ച് ഗവേഷകർ 8 ദിനോസർ സാമ്പിളുകളിൽ C14 ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുകൾ അവതരിപ്പിച്ചു. എല്ലാ ദിനോസർ സാമ്പിളുകളും സൃഷ്ടിവാദികൾ അവകാശപ്പെടുന്നത് പോലെ 20,000 മുതൽ 39,000 വർഷങ്ങൾ വരെയുള്ള പ്രായമാണ് കാണിച്ചത്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിവാദികൾ പറയുന്നത് 20,000, 30,000, 39,000 വർഷങ്ങൾ ആണെന്നല്ല പറയുന്നത്. സൃഷ്ടിവാദികൾ പറയുന്നത് കുറഞ്ഞ പ്രായമായിരിക്കും. ദിനോസറിന് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ദിനോസറുകളെല്ലാം നശിച്ചു പോയെന്ന് പറയുന്നത്. അപ്പോൾ 250 മില്യൺ വർഷങ്ങൾ വരെ ആകാം. അപ്പം ഇതിനകത്ത് പ്രായം കാണിക്കുന്നത് വെറും 27,000 അല്ലെങ്കിൽ 30,000 വർഷങ്ങളാണ്. അല്ലെങ്കിൽ അതിനകത്ത് സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന വിധത്തിൽ C14 അളവുണ്ടായിരുന്നു. ദിനോസർ സാമ്പിളുകൾ വാസ്തവത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയായിരുന്നെങ്കിൽ C14 മാറ്റങ്ങളൊന്നും തന്നെ കണ്ടുപിടിക്കാൻ തക്ക രീതിയിൽ അതിൽ കാണരുതായിരുന്നു. ഡോക്ടർ തോമസ് സെയിലർ എന്നൊരു ജർമ്മൻ ഗവേഷകനായിരുന്നു ഇതിൽ പ്രധാനി. അന്ന് അവതരിപ്പിച്ചതിനെക്കുറിച്ച് യൂട്യൂബ് വീഡിയോ ഇത് എഴുതുന്ന സമയത്തും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കും. ഇങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് ഇവർ കോൺഫറൻസ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഈ പേപ്പറിൻ്റെ സംഗ്രഹം നീക്കിക്കളഞ്ഞു. പ്രസ് റിലീസ്: ദിനോസർ ബോൺസ് കാർബൺ 14 ഡേറ്റഡ് ടു ലെസ് ദാൻ 40,000 years, സെൻസേർഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് റിപ്പോർട്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ അത് നശിപ്പിച്ച് കളഞ്ഞു. താഴെയുള്ള ചിത്രത്തിൽ ഇത് നീക്കം ചെയ്യുന്നതിന് മുമ്പുള്ള വെബ്സൈറ്റിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ്. പക്ഷേ ഇപ്പോൾ ആ വെബ്സൈറ്റിൽ പോയാൽ അത് കാണാൻ സാധിക്കില്ല. തെളിവുകൾ നയിക്കട്ടെ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികൾ പറഞ്ഞു നടക്കാറുള്ളത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. ഇതിൽ യാതൊരു അർത്ഥവുമില്ല, കാപട്യമാണ് എന്ന് നമുക്ക് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നു. ഇപ്പം നിരീശ്വരവാദികൾ ഇത്തരം കാര്യങ്ങളിൽ ഫാസിസം കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ അതൊരു സീരിയസ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ വളരെയേറെയുണ്ട് പറയാൻ. അവർ സയൻസിനെതിരായിട്ടാണ് നിൽക്കുന്നത്. സയൻസിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിരീശ്വരവാദികൾ. അത് ഈ കേരളത്തിലുള്ള എസൻസ് ഗ്ലോബൽ ആണെങ്കിലും റിച്ചാർഡ് ഡോക്കിൻസ് ആണെങ്കിലും എല്ലാം അവർക്ക് ദൈവത്തോടുള്ള വിരോധം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതുപോലെ 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചത്ത് മണ്ണടിച്ചുമായ ദിനോസർ ഫോസിലുകളിൽ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള കൽക്കരിയിൽ ഡയമണ്ടിലൊക്കെ C14 കാണപ്പെടുന്നത് ഇന്ന് നിലവിൽ അംഗീകരിച്ചിരിക്കുന്ന ദീർഘകാലമായി യോജിച്ച് പോകുന്നവയല്ല. എന്തായാലും അതാണ് നമുക്ക് കിട്ടുന്ന റെഫറൻസ്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് അതാണ്. ഓക്കെ, ഇനി വേറൊരു സംഭവത്തിലേക്ക് പോകാം. ഇത് അതിലും രസകരമായൊരു സംഭവമാണ്. ഇവരുടെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്ന ഒരു സംഭവമാണ്. ദിനോസർ ഫോസിലുകളിൽ സോഫ്റ്റ് ടിഷ്യൂ ആദ്യമായി കണ്ടെത്തിയ മേരി ഷ്വൈറ്റ്സർ ഇതിനെക്കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഡോക്ടർ മേരി ഷ്വൈറ്റ്സർ എന്ന് പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, ഡോക്ടർ മേരി എന്ന് പറയാം. അവരാണ് സോഫ്റ്റ് ടിഷ്യൂ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ഡോക്ടർ മേരി, അപ്പോൾ ഇവർ 2012 പേപ്പർ അവതരിപ്പിക്കുന്നത്. 2012 വളരെ മുമ്പാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സോഫ്റ്റ് ടിഷ്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് അത് അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. നിരീശ്വരവാദികൾ അല്ലെങ്കിൽ പരിണാമവാദികൾ അവരെ വളരാതെ ആക്രമിച്ചു ഡോക്ടർ മേരിയെ. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഇത് 65 മില്യൺ അല്ലെങ്കിൽ 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചു പോയ പെട്രിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോസിലൈസ്ഡ് ആയിട്ടുള്ള ഡൈനോസർ ഫോസിലുകളിൽ നിന്ന് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്? അവരെ വല്ലാതെ ആക്രമിച്ചു. പക്ഷേ അവർ തുടർച്ചയായിട്ട് അതിനെക്കുറിച്ച് പേപ്പറുകൾ എഴുതുകയും അവരുടെ നിരീശ്വരവാദികൾ അവരുടെ വായടപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിരീശ്വരവാദികൾക്ക് അതിനൊരു റെസ്ക്യൂവിങ് ഡിവൈസ് സാധാരണ കൊണ്ടിരുന്ന പോലെ എന്തോ അയൺ കൊണ്ടാണ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിനോ എന്തൊക്കെയോ കൊണ്ട് അത് സംരക്ഷിക്കപ്പെടുന്നു, കോടിക്കണക്കിന് വർഷങ്ങളെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു റെസ്ക്യൂവിങ് ഡിവൈസ് അവർ കൊണ്ടുവന്ന് അതാണെന്ന് അവർക്ക് പറയുക. ആരെങ്കിലും തെളിയിച്ചോ? അങ്ങനെ ആയിരിക്കാമെന്ന് അവരങ്ങ് ഊഹിക്കാം. ഡൈനോസർ ചത്തുപോയിട്ടാണ് പരിണമിച്ചാണ് കാക്ക ഉണ്ടായത് അല്ല പക്ഷികളുണ്ടായതെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്തും വിശ്വസിക്കാം. പക്ഷേ സയൻസാണെന്ന് പറയരുത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ മേരി തൻ്റെ PhD ഗവേഷണം പൂർത്തിയാക്കിയത് ഡോക്ടർ ജാക്ക് ഹോണർ എന്ന വളരെ പ്രസിദ്ധനായ ഒരു പാലിയൻറ്റോളജിസ്റ്റിൻ്റെ കൂടെയാണ്. ദിനോസർ ഫോസിലിൽ സോഫ്റ്റ് ടിഷ്യൂ കണ്ടെത്തിയപ്പോൾ സൃഷ്ടിവാദികൾക്ക് അതൊരു താല്പര്യമുണ്ടായി. അപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ കിട്ടിയപ്പോൾ സൃഷ്ടിവാദികൾക്ക് അതിനകത്തൊരു താല്പര്യം ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ രസകരമായൊരു ഫോൺ സംഭാഷണമാണ് ഈ കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഫോൺ സംഭാഷണം അതാണ്. അതായത് ഈ ഒരു സൃഷ്ടിവാദികൾ എന്ത് ചെയ്തു? ഈ ഡോക്ടർ ഹോണറിനെ വിളിച്ചു. എന്നിട്ട് ഈ
ഫോസിൽ, ഈ ഡൈനോസറിൻ്റെ സോഫ്റ്റ് ടിഷ്യൂസ് കിട്ടിയ ആ ഫോസിൽ ഒന്ന് കാർബൺ ഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു. സയൻസിൻ്റെ എല്ലാ സയൻസും ആണ് സയൻസ് തെളിവുകൾ നയിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന പരിണാമവാദിയായ ഈ ഡോക്ടർ ജാക്ക് വളരെ പ്രശസ്തനാണ് കേട്ടോ. ഈ ദിനോസറിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഇതൊക്കെ ഇറങ്ങുമല്ലോ, ജുറാസിക് പാർക്ക് പോലുള്ള സിനിമകളിലൊക്കെ പുറകിൽ അതിലുള്ള ഐഡിയയൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹമാണ്. പല സിനിമകളിലും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് പുള്ളി. വളരെ ബിഗ് ഷോട്ടാണ് പുള്ളി. പക്ഷേ പുള്ളി കിടന്ന് ഉരുണ്ട് മറിയുന്നതിൻ്റെ ഒരു ഓഡിയോ ടേപ്പാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. Our website is kgov.com. We will put the audio of my conversation with Jack Horner, the Jurassic Park movies technical advisor, on the end of this show so you can hear the hesitancy and why they don't want to test their soft tissue T-Rex find for carbon-14. Why not? Because they're going to find it. Hello. Hello, could I speak to Jack Horner? Yeah, who's calling? This is Bob Enyart with KLTT Radio in Denver, Colorado. That's Bob Enyart. Yeah, let me transfer you over to his office. I think he should be in there right now. Hello? Hello, Jack. This is Bob Enyart with KLTT Radio in Denver. Uh-huh. How are you doing? Good. Jack, I sent a letter to Bob Harmon a few weeks back offering the museum a grant of $8,000 to do a carbon-14 date test of that soft tissue T-Rex you guys dug up. And he said he would forward that to you. And I'm wondering if you saw that or considered it. Well, carbon-14 doesn't work on something that old. I understand that, and normally we wouldn't expect to get soft tissue out of a T-Rex skeleton either, but sometimes science proceeds by crossing your T's and dotting your I's, and you guys might have other things you'd like to carbon-14 at the same time. In fact, in the last couple of weeks, I've been able to raise a little more money, so that's up to $10,000 now, that we'd be honored to give you guys if you would consider doing that test. Well, we can't do that test. You can't do that. No. Do you mean the museum doesn't have the laboratory? We certainly don't. Okay, well, we're happy to pay the expense of having a lab do the test in addition to the $10,000 to the museum. Do you know how carbon-14 works? Yeah, I'm familiar, and I realize it's useless for anything over maybe 50,000 years or so. But I've done a talk show in Denver for 15 years, and there's a group of folks interested in science. Of course, that discovery caught their attention, and they thought, well, it'd be logical to do this, to just go ahead and do it, even though nobody would be inclined to do it, just like nobody would be inclined to look for soft tissue inside of a T-Rex. Well, and, we're still trying to figure out what it is, what it's actually made of. Right, exactly, whether it's hemoglobin or whatever. Well, Jack, is the amount too small that it's just not worth the consideration? No, that's not it. Okay. What if I were able to raise more money? No, the amount of money has nothing to do with it. Because carbon-14 doesn't work on something like this, Right. your results that you get could be all over the place. Well, they should be infinity. It should be not dateable. In other words, it shouldn't come back saying it's 25,000 years old. Right. It should be infinity. And so that'll be a worthwhile... Well, infinity isn't exactly what you get.
Okay. I mean, it's like trying to date a piece of concrete. Right. You You wouldn't. have to have carbon in it. Right. You wouldn't use carbon-14. Now, the skeleton is not fossilized. Isn't that true, or largely not? Well, it's the bone is made of calcium phosphate. Mm-hmm. And like I say, we're still trying to figure out what the actual soft tissue is. Right. And see, we were hoping that a test like this would just add another bit of scientific information that you would have at your disposal. And also, in that grant letter, we asked if it could be a blind test with 5 different specimens, and therefore then the museum could test 4 other specimens that you might want to have carbon-14 dated, and so you could put it all in the same batch, and those testing then will pay the cost of that. That'll be free to the museum plus the $10,000 grant. Let me tell you where I'm coming from here. Sure. All right. Obviously, your group is a group of creationists, Yes. and the spin they can get off of it Right. doing it is Well, not going to it's- help. Not going to help us. Yeah. So even though it's just a scientific test, they're not Well, asking for voodoo not or a, anything. It's not actually a scientific test. That's what I'm trying to tell you. Carbon-14 dating something with soft tissue in it. Jack, if I could raise $20,000, would it be worth? I will talk to Mary Schweitzer about it. Okay. I appreciate that. And how about this? I'll resend you the grant letter with the amount of $20,000 in it. And then you could talk to Mary and we'll see where it goes. I want to know what group is sponsoring it. Okay. Mhm. It's I mean I need some really specific details about. Sure. And don't just tell it to me straight. Of Okay. course. I've hosted a daily talk show for 15 years. We're on a 50,000 watt AM station, KLTT. And there's a local church here, Denver Bible Church, that's offered to help. But we also have pledges from any number of individuals in the Denver community. Okay. So we could, if you guys agree, we could send you the check within 24 hours. Okay. Well, let me talk to Mary and Okay. let me just talk to a few people Okay. because I don't want to, I can't afford to have it turn into a circus. Right. Well, I do understand that, and I appreciate your time. So, Okay. I will see Mary this next week. Oh, that's fabulous. I'd be happy to call you back in 2 weeks from now. Mm-hmm. All right. Thank you so much, Jack. You're very welcome. Okay. Bye-bye. Thanks. Bye-bye. നിങ്ങൾ ഈ ഓഡിയോ കേട്ടല്ലോ. തെളിവുകൾ നയിക്കട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിവരക്കേട് പ്രസംഗിക്കുന്ന കേരള നിരീശ്വരവാദികൾ വിചാരിക്കുന്നത് ഇതൊക്കെ സായിപ്പന്മാർ പണ്ടേ തെളിയിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷേ അവർക്ക് ലഭിച്ച ഒരു സ്പെസിമെനിൽ സയൻറ്റിഫിക്കായ ഒരു ടെസ്റ്റ് നടത്താൻ അങ്ങോട്ട് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഹോർണർ സാഹിബ് സമ്മതിക്കുന്നില്ല. C14 ടെസ്റ്റ് ചെയ്താൽ അത് ഡൈനോസർ പരിണമിച്ച് കാക്കകളുണ്ടായി എന്ന് വിശ്വസിക്കുന്ന പരിണാമവാദികൾക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ഹോർണർ സാഹിബ് പറയുന്നത്. അതായത് ഏത് ടെസ്റ്റ് ചെയ്യണമെന്നും കിട്ടിയ റിസൾട്ടിൽ ഏതെടുക്കണമെന്നും പരിണാമവാദികളാണ് തീരുമാനിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. KMNR എന്ന് പറയുന്ന ഒരു ഫോസിൽ കിട്ടിയപ്പോഴത്തേക്ക് അതിനകത്ത് അത് വെച്ചിട്ട് പരിണാമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഡേറ്റിങ് കിട്ടുന്ന ഡേറ്റ് എല്ലാം ലണ്ടനും മറ്റുമൊക്കെ പോയി അവർ ടെസ്റ്റ് കാർബൺ ഡേറ്റിംഗ് അല്ല മറ്റ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് ചെയ്തൊക്കെ അവർ മാറ്റി വെക്കുക. കാരണം എന്താ? പരിണാമത്തിനനുസരിച്ചിട്ടുള്ള ഡേറ്റ് കിട്ടുന്നില്ല.
അപ്പോൾ പരിണാമവാദമാണ് ഇതിൻ്റെ എല്ലാം ഈ ഡേറ്റിങ്ങിൻ്റെ എല്ലാ അടിസ്ഥാനം. അല്ലാതെ കാർബൺ ഡേറ്റിംഗ് എന്നതിൻ്റെ അല്ല ഇതിൻ്റെ ഒന്നും ബൈബിൾ. കാർബൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനം, കാർബൺ ഡേറ്റിങ്ങിനും റേഡിയോമെട്രിക് ഡേറ്റിങ്ങും ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ പരിണാമവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പരിണാമവാദത്തെ സപ്പോർട്ട് ചെയ്യാത്ത ഡേറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. പല സാമ്പിളുകൾ എടുത്ത് പല രീതിയിൽ അവർ ഡേറ്റ് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഇത് കാണിച്ചായിരുന്നു, ഒരു പേപ്പർ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ ചെല്ലുമ്പോൾ, ഒരു ഡേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ. അതിനകത്ത് ആദ്യം ചോദിക്കുക, നിങ്ങൾ എന്താണ് ഇതിനകത്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എത്രയാണ് നിങ്ങൾ ഇതിനകത്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അത് ചോദിക്കും. ആ എസ്റ്റിമേഷൻ അനുസരിച്ച് വേണം അവർക്ക് അതിന്. അപ്പോൾ ആ എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ, അതായത് അവർ പരിണാമവാദം അനുസരിച്ച് ഏത് ലെയറിൽ നിന്നാണ് ഇത് കിട്ടുന്നതെന്നൊക്കെ അവർ നോക്കിയിട്ട് അതിനെതിരായിട്ട് വരുന്ന ടെസ്റ്റ് റിസൾട്ടുകൾ അവർ തള്ളിക്കളയാം. അപ്പം ലാബിന് അവർ ഗുണം ചെയ്യും. അല്ലെങ്കിൽ ലാബുകാർ പല തെറ്റായിട്ടുള്ള റിസൾട്ട് കൊടുത്തെന്ന് പറഞ്ഞ് ലാബിൻ്റെ വേണ കുതിര കയറാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് കൂടെ ഒരു ഇതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ പേപ്പറിൽ അത് വെക്കാൻ പറ്റും. പിന്നെ പൊതുസമൂഹം അന്ധമായിട്ടത് വിശ്വസിക്കുമോ, റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പം പണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവികൾ അവിടെ ഇരുന്ന്, അപ്പോൾ എന്തായിരിക്കും ഈ ബൈബിളെല്ലാം തെറ്റാണല്ലോ, ബൈബിളങ്ങ്. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. എങ്കിലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. ഇതൊന്നും വിശ്വാസികളായ ആൾക്കാർ ഇതൊന്നും സപ്പോർട്ട് ചെയ്യുകയും ഇതിനെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ കൊള്ളാം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം. ഇത് നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു റെഫറൻസായിട്ട്, ആളുകൾ ഇതിനകത്തുനിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, അവരുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനൊക്കെ ഇത് ഉപയോഗിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.